ഹായ് ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എന്താണ് ഇങ്ങനെ ഇന്നൊരു പൂങ്കാവനത്തിൻ്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പൂക്കളുടെ ഇടയിൽ വന്നിട്ട് വെറുതെ അതൊരു രസല്ലേ. അപ്പോൾ എന്തായാലും രസത്തിന് വേണ്ടി ഇരുന്നില്ലേ? അപ്പോൾ ഞാനൊരു സാമ്പാർ ചോദ്യം ചോദിക്കട്ടെ? സാമ്പാറാ? അല്ല, രസം എന്ന് പറഞ്ഞപ്പോൾ സാമ്പാറിൻ്റെ ഓർമ്മ വന്നത്. അപ്പോൾ എന്താ ചോദിക്കണമെന്ന് പറഞ്ഞ അമ്മ, അവകാശവാദമാണ് കേട്ടോ, ഞങ്ങളുടെ അല്ല കേട്ടോ, നിങ്ങളുടെയൊക്കെ തന്നെ അവകാശവാദമാണ്. എന്ന് വെച്ചാൽ ഈ തലമുറത്തെ മുഴുവൻ കുട്ടികളും പറയും പണ്ടത്തെ തലമുറക്കാരൊക്കെ മണ്ടന്മാരായിരുന്നു എന്ന് കേട്ടോ. എന്ന് വെച്ചാൽ അങ്ങനെയല്ല പറയണത്, പണ്ടത്തെ തലമുറയ്ക്കൊന്നും ഇന്നത്തെ തലമുറയുടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, കഴിവുണ്ടായിരുന്നില്ല, ഒന്നിനും പറ്റുണ്ടായിരുന്നില്ല. ഈ തലമുറയാണ് തലമുറ. ഇന്നാണ് പെൺകുട്ടികൾക്ക് എല്ലാം സ്വാതന്ത്ര്യമുള്ളത്, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ തലമുറയിലാണ്. പണ്ടത്തെ തലമുറ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെന്നെ പറഞ്ഞാലും ഇങ്ങനെ തലയാട്ടി കൊടുത്തപ്പോൾ അമ്മ തലയാട്ടുന്നില്ലേ, അതുപോലെ തലയാട്ടിയാലും ഒന്നിനും കൊള്ളാത്തൊരു ജനറേഷനായിരുന്നു എന്ന് അവകാശവാദം ഉണ്ട്. ശരിയാണോ തെറ്റാണോ? ആ ജനറേഷനും ഈ ജനറേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അമ്മയും അമ്മയുടെ അമ്മയും അങ്ങനെയൊക്കെ പോകട്ടോ. അതിൽ ഒരു വേർഡ്സ് ഞാൻ സമ്മതിക്കാം. എന്തറിയോ, സ്വാതന്ത്ര്യക്കുറവ്. അത് സത്യമാണ്. എന്താ പറഞ്ഞാൽ പണ്ടത്തെ നമ്മുടെയൊക്കെ അച്ഛനമ്മമാരാവട്ടെ കാരണവന്മാരാവട്ടെ ഇന്നത്തെ സ്ത്രീകൾക്ക് ഫ്രീഡം കൊടുത്തിരുന്നില്ല. കാരണം അവരിങ്ങനെ ജയിലിലടച്ച പോലെയൊന്നല്ല അവരെ പഠിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ ഒരു സമയമുണ്ട്, ആ സമയം കഴിഞ്ഞാൽ വിവാഹം കഴിച്ചയക്കണം, അങ്ങനെയുള്ള തീരുമാനം. ഇന്നിപ്പോൾ കുട്ടികൾ പറയും എനിക്ക് വിവാഹം വേണ്ട, എനിക്ക് ഞാൻ പറയുമ്പോൾ എന്നെ വിവാഹം കഴിച്ചു കൊടുത്താൽ മതി, എനിക്ക് പഠിക്കണം, എനിക്ക് ജോലി നേടണം, എന്നിട്ട് ഞാൻ പറയും അപ്പം എനിക്ക് വിവാഹം കഴിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞ് വാശി പിടിക്കും. അവരുടെ ആ വാശി നടത്തും. പക്ഷെ അന്നത്തെ തലമുറ അങ്ങനെ ആയിരുന്നില്ല. അവർ അച്ഛനും അമ്മയും നിശ്ചയിക്കുന്ന സമയത്ത് അവർ അങ്ങനെയെല്ലാം സമ്മതിച്ച് വിവാഹം കഴിക്കും. എന്താന്ന് പറഞ്ഞാൽ കാരണവന്മാർ പറയുന്ന എന്താ പറയുക, അവരുടെ വാക്കിന് അത്രയും റെസ്പെക്റ്റ് ആയിരുന്നു. മനസ്സിലായോ? വാശി പിടിക്കണം എന്നുള്ളൊരു തോന്നലേ അവരുടെ മനസ്സിലുണ്ടാവില്ല, ഞാൻ ഉൾപ്പെടെ. മനസ്സിലായോ? എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവർ ചെയ്യുന്നതല്ല നിങ്ങളുടെ നന്മയ്ക്കാണ്. അങ്ങനെ ഒരു ചിന്തയാണ്. പറഞ്ഞാൽ അച്ഛനും അമ്മയല്ലേ, അവരൊരിക്കലും നമുക്ക് വേണ്ടാത്തൊന്നും ചെയ്യില്ലല്ലോ. നമ്മുടെ നന്മയ്ക്ക്, നമ്മുടെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും. അല്ലാണ്ട് അവർ നമ്മുടെ തിന്മ ഒരിക്കലും ചെയ്യില്ല എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസം നമുക്കുണ്ടായിരുന്നു. അപ്പം അവർ പറയണത് നമ്മൾ ശിരസാവഹിച്ച് നമ്മൾ അവരുടെ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്തു അന്നത്തെ കാലം. അതുപോലെ അന്നത്തെ കാലത്തെ സ്ത്രീകൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തും എല്ലാ കഴിവുകളും ധൈര്യം ഒക്കെ ഉള്ള സ്ത്രീകളായിരുന്നു ഇന്നത്തെക്കാളും കൂടുതൽ. എന്താണെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഒരുപാട് പഠിപ്പ് വിദ്യാഭ്യാസത്തിൽ മുന്നിലാണ്. അപ്പോൾ വിദ്യാഭ്യാസം നേടി ഒരുപാട് അറിവുകളൊക്കെ ഉണ്ടെങ്കിലും കൂടി അന്ന് എന്താ പറയുക, ഒരു 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ ഏറി വന്നാൽ 10ാം ക്ലാസ് വരെ പഠിച്ചാൽ തന്നെ അവർക്കുള്ള വിവരം ഉണ്ടല്ലോ, അത് ഇവരെക്കാളും കൂടുതലായിരുന്നു. ഒന്ന്, പിന്നെ അവർക്ക് ധൈര്യം അതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഒരു സംസ്കാരം സംസ്കൃതി അങ്ങനെയുള്ള ഒരു ചുറ്റുവട്ടത്തിൽ ആ രീതിയിലുള്ള ഒരു പോക്കായിരുന്നു അന്ന്. എന്താ പറഞ്ഞാൽ നമ്മുടെ കാരണവന്മാരോ അച്ഛനോ അമ്മയോ മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കണം എന്നുണ്ടായിരുന്നു. പിന്നെന്താന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം അന്ന് ഇല്ല എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം നമുക്ക് അന്ന് വേണമെന്ന് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് കിട്ടുമായിരുന്നു. അത് വേറെ കാര്യം. എന്താ അറിയോ, പക്ഷെ അന്നൊരു സമൂഹത്തിനെയും ഒരു കുടുംബത്തിനെയും ഒരു നമ്മുടെ ചുറ്റുപാടിന് നമ്മൾ ഒരുപാട് നമ്മളെക്കാട്ടിലും കൂടുതൽ പ്രാധാന്യം കൊടുക്കും. കാരണം അന്നിപ്പോൾ നമ്മൾ വാശി പിടിച്ചിട്ട് നമ്മുടെ അച്ഛനും അമ്മയോട്, ഇന്നിപ്പോൾ മക്കൾ വാശി പിടിക്കില്ലേ, എനിക്ക് പഠിക്കണം, എനിക്ക് ജോലി നേടണം, അങ്ങനെയുള്ള ആ വാശി പിടിക്കേണ്ട ഒരു മനോഭാവം അന്നത്തെ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവരും ഇതേപോലെയൊക്കെ ആയേനെ, അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയേനെ. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ അവരതിന് നിന്നില്ല. അവരുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ നന്മയ്ക്കും കാരണം നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ കാരണവന്മാരാണ്. അവർ നമുക്കത് നേടിത്തരുമെന്നുള്ള ഒരു ദൃഢമായ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതാണ് അവരങ്ങനെ. ഇന്നത്തെ പോലെ തന്നെ എല്ലാം വാശി പിടിച്ച് എനിക്കത് വേണം, എനിക്കിത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചാണെങ്കിൽ അന്നും ആ അച്ഛനമ്മ അത് നടത്തി കൊടുക്കും. പിന്നെ ഇപ്പോഴത്തെ തലമുറ ഇത് അവകാശപ്പെടുമല്ലോ, ഈ മോഡേൺ ഡ്രസ്സുകളൊക്കെ ഇന്ന് ഇടാൻ പറ്റുന്നില്ലല്ലോ, അന്നൊന്നും ഇതിന് ഇടാൻ പറ്റിയിട്ടില്ല, അന്ന് ഇതിന് സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമല്ലോ. ശരിക്കും അന്നൊന്നും ഉണ്ടായിരുന്നില്ലേ? അയ്യോ, അന്ന് മോഡേൺ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. എന്താ അറിയോ, എന്തിനാ പറയുന്നത്, ഹിന്ദി സിനിമകൾ, പഴയ സിനിമകൾ കണ്ട അതിൽ മുഴുവൻ മോഡേൺ ഡ്രസ്സ് ഉണ്ട്. എന്തിന് നമ്മുടെ മലയാളത്തിലൊരു ചട്ടക്കാരി വന്നില്ലേ, അതിന് മോഡേൺ ഡ്രസ്സ് ഉണ്ടായിരുന്നില്ലേ? അത് പറഞ്ഞിട്ട് ആ ഡ്രസ്സൊന്നും അന്ന് ആ തലമുറയ്ക്ക് ഇടാൻ തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളത്. ഞാൻ ചട്ടക്കാരി കണ്ടിട്ട് എനിക്ക് അതുപോലെ ഡ്രസ്സ് ഇടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതേപോലെ മറ്റുള്ളവരും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ഇന്നത്തെ സൽവാർ കമ്മീസോ അല്ലെങ്കിൽ എന്താണ് പറയുക, കുർത്തി എന്നൊക്കെ പറയില്ലേ,
അതൊക്കെ അന്നും ഉണ്ടായിരുന്നു. അന്ന് ആവശ്യത്തിന് അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉപയോഗിച്ചു. അന്നും ഇഷ്ടപ്പെട്ട് ധരിക്കുന്നവർ ധരിക്കണ്ടായിരുന്നു, അല്ലാത്തവരത് വേണ്ടാന്ന് വെക്കണ്ടായിരുന്നു. അല്ലാത്തവർ അത് വേണ്ടാന്ന് വെക്കുന്നുണ്ടായിരുന്നു. ആർക്കും അങ്ങനെ ധരിക്കണം. ഞങ്ങൾക്കൊക്കെ ഇഷ്ടം എന്താന്ന് പറഞ്ഞാൽ പാവാടയും ബ്ലൗസ്, ധാവണി, പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഇതിൽ നമ്മൾ പോയി. അല്ലെങ്കിൽ നമുക്കത് വേണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ആ സൽവാർ കമ്മീസോ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ നമുക്ക് അന്നും ഉപയോഗിക്കായിരുന്നു. പക്ഷെ അന്നും ഞങ്ങളതിന് മുതിർന്നില്ല എന്നുള്ളതാണ്. അല്ല, അന്നാണോ സ്ത്രീകൾക്ക് കൂടുതൽ റെസ്പെക്റ്റ്? അത് ഇന്നാണോ? ഇതിന് ചോദ്യത്തിൻ്റെ ഒപ്പം ഞാനൊരു ഉത്തരം പറയട്ടെ. ഇന്ന് ഒരു പിഞ്ചു കുട്ടീനെ പോലും ആൾക്കാർ വെറുതെ വിടില്ല. എന്തിന്? അമ്മയുടെ പ്രായമുള്ളവർ, അമ്മമ്മയുടെ പ്രായമുള്ളവർ കൂടി ആ ഒരു പൊട്ട ദൃഷ്ടിയിലാണ് മനുഷ്യന്മാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു കാലത്ത് നമ്മുടെ വീട്ടിലൊരു കുട്ടീനെ ആരുടെ മടിയിൽ വേണമെങ്കിൽ നമുക്ക് ഇരുത്താം. കാരണം അവർക്കൊരു പൊട്ട മനോഭാവം അന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ജനറേഷൻ്റെ ജനങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു നല്ല ഭാവം അന്ന് ഉണ്ടായിരുന്നില്ലേ? നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ അയൽപ്പക്കത്ത് ഒരാളുടെ അടുത്ത് നമ്മുടെ കൊച്ചിനെ വിട്ടിട്ട് പോവുക, അല്ലേ? വിട്ടിട്ട് ഈ കുട്ടീനെ ഒന്ന് നോക്കൂട്ടോ, ഞാൻ പോയിട്ട് വരാം, ഇന്ന് അങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റുമോ? അപ്പോൾ ഇന്ന് എന്ത് സംഭവിച്ചു? ഈ തലമുറയ്ക്ക് എന്ത് സംഭവിച്ചു? മക്കളെ പോലെ കാണേണ്ടവരെ, അമ്മയെ പോലെ കാണേണ്ടവരെ എന്തുകൊണ്ട് ആ മനോഭാവത്തോടു കൂടി കാണുന്നു? അന്നൊക്കെ നമ്മളെവിടെയെങ്കിലും നമ്മുടെ അച്ഛനും അമ്മ എവിടെയെങ്കിലും പോകണമെങ്കിൽ അടുത്ത വീട്ടിൽ അവരോടാണ് പറഞ്ഞിട്ട് പോവുക. അവരുടെ വീട്ടിൽ ചെറിയച്ഛൻ, വലിയച്ഛൻ, ഏട്ടന്മാരുടെ സ്ഥാനമുള്ളവരൊക്കെ ഉണ്ടാവും. അവരൊക്കെ നമ്മളെ നന്നായി നോക്കിയിരുന്നു. ഇന്നിപ്പോൾ അതിങ്ങനെ ഏൽപ്പിച്ചിട്ട് പോകാൻ ധൈര്യമില്ല. കാരണം ഇന്നത്തെ തലമുറ ഉപയോഗിക്കുന്ന ഓരോരോ കാര്യങ്ങളൊക്കെ അറിയില്ലേ? അതിപ്പോൾ ഞാൻ വായ തുറന്ന് പറയണോ? അപ്പോൾ അവരുടെ മൈൻഡൊക്കെ മാറിപ്പോയി. അതാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ. സ്വാതന്ത്ര്യം വേണം 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 എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. അന്നും റെസ്പെക്റ്റ് സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു. അതറിയോ? അനാദി കാലം തൊട്ട് സ്ത്രീകൾക്ക് റെസ്പെക്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊടുക്കേണ്ടവർ കൊടുത്തിട്ട് തന്നെ ഉണ്ട്, അല്ലേ? പക്ഷെ അത് എന്താന്ന് പറഞ്ഞാൽ അവരൊരു ഒരു വട്ടത്തിൽ ഇരുന്ന് അത് മതി ഞങ്ങൾക്ക് എന്ന് അവർ തീരുമാനിച്ചത് കൊണ്ടാണ് അവരങ്ങനെ ജീവിച്ചത്. ഇന്നത്തെ തലമുറ അങ്ങനെയല്ല. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ജീവിക്കണം, ഞങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നടത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട്. പക്ഷെ എന്താ ഒരു കുഴപ്പം മാത്രം അന്നുണ്ടായിരുന്നു, എന്താ അറിയോ? പുരുഷനെ പഠിപ്പിക്കണമെന്നും ആൺകുട്ടികളെ പഠിപ്പിക്കണമെന്നും പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ടെന്നുള്ള ചിന്താഗതി എന്നുണ്ടായിരുന്നു. അതെന്താ അറിയോ? അന്നത്തെ മാതാപിതാക്കൾക്ക് എന്താ അറിയോ? പ്രായമായ മക്കളെ ഒരാളുടെ കയ്യിൽ സമയത്തിന് ഏൽപ്പിച്ച് അവരുടെ ഒരു ജീവിതം സുരക്ഷിതമാകണം എന്നുള്ള ഒരു തോന്നലായിരുന്നു അന്ന്. അത് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്താ അറിയോ? ഒരു പ്രായമായി 16, 17, 18 വയസ്സാകുമ്പോഴേക്കും നമുക്ക് ഈ പെൺകുട്ടിയെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കണം. അപ്പോൾ അവരുടെ മനസ്സിൽ എന്താ പറയുക, എൻ്റെ മടിയിൽ അങ്ങനെ അവരുടെ മനസ്സിലൊരു സമാധാനം. അപ്പോൾ നമ്മൾ ഒരു പ്രായത്തിലിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മക്കളെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ച് അവർ സുഖമായി ജീവിക്കുന്നത് നമുക്ക് കണ്ടിട്ട് വേണം കണ്ണടയ്ക്കാന്ന്, അങ്ങനെയൊക്കെ ഉള്ള തോന്നലുകളാണ്. ആ തോന്നലുകൾ ഒരിക്കലും തെറ്റാണെന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ മാതാപിതാക്കൾക്കുണ്ട്. എത്ര തന്നെ മക്കൾ പഠിച്ചാലും എത്ര ഉയർന്ന ജോലിയിലുണ്ടെങ്കിലും അവരുടെ ആഗ്രഹം എന്താണെന്നറിയോ? എൻ്റെ മകളെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ച് അവൾ സുഖമായി ജീവിക്കുന്നത് കാണണമെന്ന് ആഗ്രഹിക്കാത്ത ഏത് അച്ഛനും അമ്മയാണ് അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഇല്ലാത്തത്? അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ആ കാലത്തും ഈ കാലത്തും എന്നും പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ചിലർക്ക് അത് നിഷേധമായിരുന്നു. കാരണം ജീവിത നമ്മുടെ ചുറ്റുപാടുകൾ വ്യത്യസ്തമായിരിക്കും. ഇന്നത്തെ ഒരു സാമ്പത്തിക അവസ്ഥയല്ല അന്നത്തെ രീതികൾ വേറെയായിരുന്നു. അന്നും പഠിക്കാൻ ഉദ്ദേശിച്ചവർ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഡാൻസോ കാര്യങ്ങളോ സംഗീതമോ അതിലൊക്കെ മികച്ചവരായി ജീവിച്ച അന്ന് ഉള്ളവരാണ് ഏറ്റവും വലിയ ലെജൻഡ് എന്ന് ഇന്നും അറിയപ്പെട്ടത്. ഞാൻ പറയട്ടെ, ഇന്നിപ്പോൾ ചെറിയ കുട്ടികളെ 2, 3 വയസ്സാകുമ്പോഴേക്കും അവരെ സംഗീതം പഠിപ്പിക്കുന്നു, ഡാൻസ് പഠിപ്പിക്കുന്നു, പഠിപ്പിൻ്റെ ഒപ്പം പലതും പഠിപ്പിച്ച് എൻ്റെ മക്കളെ ഞാൻ അതാക്കണം, എന്താ പറയുക, കലാതിലകമാക്കണം, നല്ല പാട്ടുകാരിയാക്കണം, ഡാൻസുകാരിയാക്കണം എന്നുള്ള വിചാരത്തിൽ ഇന്ന് മാതാപിതാക്കൾ അങ്ങനെ തുനിഞ്ഞിറങ്ങുന്നുണ്ട്. പക്ഷേ അന്നതൊന്നുമില്ല. അവരുടെ ഉള്ളിൽ ആ കഴിവുകൾ ഉണ്ടാവും. അന്നത്തെ പെൺകുട്ടികളുടെ, സ്ത്രീകളുടെ ഉള്ളിൽ ആ കഴിവുകളൊക്കെ ഉണ്ടാവും. പക്ഷേ അന്ന് ഈ ഡാൻസോ അങ്ങനെയുള്ള ചിലരൊക്കെ ഉണ്ട് കേട്ടോ. ചിലരൊക്കെ പഠിച്ചിട്ടും ഒക്കെ ഉണ്ട്. എന്തിനാ അധികം പറയണത്? അന്നത്തെ ഗായകിമാരൊക്കെ ഇല്ലേ? ലതാ മങ്കേഷ്കർ, ജാനകി അമ്മ, സുശീല അമ്മ, മാധുരി അമ്മ, അവരൊക്കെ അന്നത്തെ കാലത്തെ അല്ലേ? അവരെക്കാളും മികച്ച ഗായകർ ഇപ്പം ഉണ്ടോ സ്ത്രീകളിൽ? എത്രയാണെങ്കിലും ചിത്ര വരെ, അല്ലേ? അതല്ലാണ്ട് ഇപ്പം വരുന്ന ഏത് ഗായകിമാരെ എടുത്താലും അവരെ വെല്ലാൻ പറ്റുന്നുണ്ടോ? അപ്പം എന്താ പറഞ്ഞാൽ അന്നും ഇന്നും തലമുറകൾ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അന്ന് ജനിച്ചവർ പറയും അവൻ്റെ ന്യൂ ജനറേഷൻ ആണെന്ന്, ഇന്ന് ജനിച്ചവർ പറയും ഇവരുടെ ന്യൂ ജനറേഷൻ ആണ്, നാളെ ജനിക്കുന്നവർ പറയും അവൻ്റെ ന്യൂ ജനറേഷൻ ആണെന്ന്. കാരണം ജനറേഷൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓരോ തലമുറ അവർ പറയും ഇതാണ് ന്യൂ ജനറേഷൻ എന്ന്. പക്ഷേ എന്തൊക്കെ മാറിയാലും എന്തൊക്കെ മാറാതിരുന്നാലും ഓരോ സ്ത്രീകളും ഓരോ പുരുഷന്മാരും ഈ മണ്ണിൽ ജനിച്ച സ്ഥിതിക്ക്, ഈ ഭാരത മണ്ണിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിൻ്റെ ഒരു സംസ്കാരമുണ്ട്.
അതൊരിക്കലും മറക്കരുത്, അതൊരിക്കലും പണയം വെക്കരുത്. തലമുറയ്ക്ക് അത് പങ്കിട്ട് കൊടുക്കണം. അത് നഷ്ടപ്പെടാണ്ട് വേണം നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ. കാരണം ഒരു കാലഘട്ടത്തിൽ ഈ ലോകം മുഴുവൻ അംഗീകരിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന ഒരു ട്രഡീഷൻ ഉണ്ട്, നമ്മുടെ ഒരു കൾച്ചറുണ്ട് അല്ലേ. അത് മാത്രം ഒരിക്കലും നശിച്ചു പോകാൻ തികട്ടെ. നമ്മൾ എത്രത്തോളം വെസ്റ്റേൺ ആവാൻ ശ്രമിച്ചാലും നമ്മുടെ ഉള്ളിലൊരു ഇന്ത്യൻ ഉണ്ട് എന്നുള്ള തോന്നൽ നമ്മുടെ ഉള്ളിൽ എന്നും ഉണ്ടാവട്ടെ. സ്ത്രീകൾ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ അന്നും ബെറ്ററാണ്, ഇന്നും ബെറ്ററാണ്. അന്ന് ചെയ്യാൻ പറ്റാണ്ടിരുന്ന ചില കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അന്ന് ചിലരതിന് സാധിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അതിന് പറ്റിയിട്ടില്ല. കാരണം അന്നത്തെ എന്താ പറയുക, വലിയവരും ചെറിയവരും നല്ല വ്യത്യാസം ഉണ്ടാകും പണം കൊണ്ട് കേട്ടോ. അത് ഇന്ന് അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല. ഇന്ന് പണം വലിയൊരു പ്രശ്നമല്ല, നമ്മുടെ കഴിവാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ ഇന്ന് മനസ്സുണ്ടെങ്കിൽ വിജയിക്കാൻ പറ്റും. അന്ന് മനസ്സുണ്ടായിട്ട് കാര്യമില്ല. സാമ്പത്തികം കുറവുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. ദാരിദ്ര്യം പിടിച്ച ഒരുപാട് പേരുകളുടെ ഇടയിൽ സ്വപ്നം കാണാൻ മാത്രമേ സാധിക്കുള്ളൂ എന്നൊരു സത്യം കൂടിയുണ്ട് അല്ലേ. അപ്പോൾ സ്ത്രീകൾ അന്നും ഇന്നും എല്ലാ ശക്തരാണ്, കഴിവുള്ളവരാണ്. അന്ന് അതിന് സാധിക്കാണ്ടിരിക്കാൻ പല പല കാരണങ്ങളുണ്ട്, കുടുംബ സാഹചര്യങ്ങൾ അല്ലേ. അതുപോലെ തന്നെ അന്നൊരു കോളേജിൽ പോകുമെന്ന് പറഞ്ഞ് എത്രയോ കിലോമീറ്റർ ബസ് കയറി, ആ ബസ് എപ്പോൾ വരുന്നറിയില്ല, എപ്പോൾ തിരിച്ചു വരുന്നറിയില്ല. അന്യ സ്ഥലത്തൊക്കെ പോയിട്ട് താമസിക്കാൻ അത്ര സുരക്ഷിതമല്ല. ഇന്ന് തനിച്ച് പോയിട്ടൊരു പെണ്ണിന് 12 മണി രാത്രിക്ക് വേണമെങ്കിൽ നടക്കാൻ. കാരണം കയ്യിലൊരു മൊബൈൽ ഉണ്ടാവും, വിളിച്ചു പറയാനുള്ള നമ്പർ ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. ഒരു പെണ്ണിനോട് അടുക്കാൻ ഏതൊരു പുരുഷനും ഒന്ന് പേടിക്കേണ്ട ഒരു സിറ്റുവേഷനിൽ നമ്മളിന്ന് എത്തിയെന്ന് പറഞ്ഞാൽ അത് ഒരു പുരോഗമനമാണ്. അതന്ന് ഇല്ലാത്തത് കൊണ്ടാണ് അത്രയൊക്കെ പേടിയുണ്ടാകുന്നത് അല്ലേ. ചില വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, 90 വയസ്സ് 80 വയസ്സായ അമ്മൂമ്മമാരൊക്കെ എന്ത് രസമായിട്ടാണ് പാടുന്നറിയോ. അപ്പോൾ അവരുടെ ആ കഴിവ് അന്ന് അവർക്കത് പുറത്തെടുക്കാൻ കഴിയില്ല. ഇന്ന് കിടക്കി പായൽ കിടന്നിട്ട് ആരെങ്കിലും പാടാൻ പറയുമ്പോൾ അവർ പാടുന്നത് കേൾക്കുമ്പോൾ അവർ ചെറുപ്പത്തിൽ എന്ത് നന്നായി പാടാൻ കഴിവുള്ളവരാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഈ തലമുറ പറയരുത് ആ തലമുറയാണ് നല്ലതെന്ന്, ആ തലമുറ പറയരുത് ഈ തലമുറയാണ് നല്ലതെന്ന്. സത്യം പറഞ്ഞാൽ ഓരോ തലമുറ വരുമ്പോഴും പറയും നമ്മളാണ് ന്യൂ ജനറേഷൻ എന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ തലമുറ ഇപ്പോൾ ഏതാണ്ട് കുറച്ച് വയസ്സാകുമ്പോൾ അടുത്ത തലമുറ പറയും നിങ്ങൾ പഴഞ്ചന്മാരാണെന്ന്. പക്ഷെ ആരും ഒരിക്കലും പഴഞ്ചനാവില്ല. ആ കാലഘട്ടത്തിനനുസരിച്ച് എല്ലാവരും പ്രാപ്തരായിരുന്നു. ഇപ്പോൾ നമ്മുടെ കാലം കഴിഞ്ഞാൽ നമ്മൾ പറയും നമ്മുടെയൊക്കെ പഴയ ജനറേഷനാണെന്ന്. നമ്മുടെ കാലം കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ പറയും നിങ്ങളുടെ പഴയ ജനറേഷനാണെന്ന്. ആ മക്കൾക്ക് അവൻ്റെ മക്കൾ പറയും. അത്രയേ ഉള്ളൂ. ഓരോ കാലഘട്ടത്തും ഒരു ന്യൂ ജനറേഷൻ ഉണ്ട്. അപ്പോൾ എല്ലാം ഈക്വലാണ്, ഒന്നിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തോടെ ബായ് പറയുന്നില്ലേ. പിന്നെ പറയണ്ടേ, ഞാൻ ഈ പറയുന്നത് കേട്ട് ഞാൻ ഏതോ ലോകത്തേക്ക് പോയി. എന്തറിയോ, ഞങ്ങളുടെ കാലത്തെ അതെ തോന്നി എനിക്ക്. എന്താ പറഞ്ഞ അന്നത്തെ കാലത്ത് നമുക്ക് അതിനെല്ലാം ഓരോരോ സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരുന്നു. അതൊക്കെ ഓർത്തപ്പോൾ ഞാൻ ഏതോ ഒരു ഇതിലേക്ക് പോയി പഴയ ഓർമ്മകൾ. അപ്പോൾ എല്ലാവർക്കും ബായ്.